ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിന് നാം എത്ര വില കൊടുക്കുന്നുണ്ട്? കൂടുതൽ അറിയും തോറും കൂടുതൽ സ്നേഹിക്കാൻ തോന്നേണ്ടവനാ ക്രിസ്തു. എന്നാൽ അറിയുന്നത് പോലെ നാം അവനെ സ്നേഹിക്കുന്നുണ്ടോ? കാലത്തൊഴുത്തിൽ പിറന്നവനാ, 30 വർഷം അജ്ഞാതമായി ജീവിച്ചവനാ, പാപികളുടെ സ്നേഹിതനെന്നും വീഞ്ഞുകുടിയനെന്നും കുറ്റം ആരോപിക്കപ്പെട്ടവനാ. എങ്കിലും അവൻ്റെ പരസ്യജീവിത കാലത്ത് കൂടെ നടക്കാൻ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടവർ, അവൻ്റെ വാക്ക് ശ്രവിച്ചവർ, അവൻ്റെ വിരുന്നുമേശക്കരികിൽ ഉണ്ടായിരുന്നവർ. എന്നാൽ അവൻ്റെ സഹനകാലം വന്നപ്പോൾ എല്ലാവരും അവനെ തനിച്ചാക്കി, ഓടിപ്പോകുന്നു, ഒറ്റിക്കൊടുക്കുന്നു, തള്ളിപ്പറയുന്നു. കുരിശിൻ്റെ മഹാവേദനയിൽ പിതാവ് നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചുവെന്ന് ദൈവത്തോട് പോലും സങ്കടം പറഞ്ഞ അവൻ മരിച്ചത് ദയനീയമായൊരു മരണമായിരുന്നു ക്രിസ്തുവിൻ്റേത്. എന്നിട്ടും അവനെ സ്നേഹിക്കാനും അവന് വേണ്ടി ജീവിക്കാനും അവന് വേണ്ടി ജീവിതം ത്യജിക്കാനും അനേകർ കടന്നു വന്നു. അവരിൽ ഒരാൾ തന്നെയല്ലേ നമ്മളും. എന്നാൽ അവൻ അറിയുന്നത് പോലെ നാം അവനെ സ്നേഹിക്കുന്നുണ്ടോ? നെഞ്ചിൽ കൈവച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ പറയാനാകുമോ ആത്യന്തികമായിട്ട് നാം അവനെ സ്നേഹിക്കുന്നുവെന്ന്, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുവെന്ന്? വിഷമമാണ്. ഓർക്കണം, യേശുനാഥൻ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ലോകം അവനോട് പ്രതികരിച്ചത് 4 വിധത്തിലാണ്. ചിലർ അവൻ്റെ വരവിനെക്കുറിച്ച് അജ്ഞരായിരുന്നു, ചിലർ അവനെ അവഗണിച്ച് കളഞ്ഞവരാ, ചിലർ അവൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് അസ്വസ്ഥപ്പെട്ടവരാ, അപൂർവം ചിലരാ കടന്നു വന്നവനെ ആരാധിച്ചത്. 4 കൂട്ടർ: അജ്ഞരായവർ, അവഗണിച്ച് കളഞ്ഞവർ, അസ്വസ്ഥപ്പെട്ടവർ, ആരാധിച്ചവർ. ആദ്യത്തെ കൂട്ടർ ആരാ? അവൻ്റെ തിരുപ്പിറവി അറിയാതെ പോയവരാ. ഓർക്കണം, ഒരുപാട് പേരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചത്. പഴയ നിമിത്ത പ്രവാചകന്മാരുടെയൊക്കെ സന്ദേശങ്ങളിൽ ഈ തിരുപ്പിറവിയുടെ അടയാളങ്ങളുണ്ട്. എന്നാൽ എത്ര പേർ അവൻ്റെ പിറവിയെ അറിഞ്ഞു? ബെത്ലഹേമിൽ അവൻ പിറന്നപ്പോൾ ആ നാട്ടിലുള്ളവർ പോലും അവൻ്റെ പിറവിയെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ ജീവിച്ചവരാണ്. ലോകത്തൊരുപാട് പേർ ക്രിസ്തുവെന്ന രക്ഷകനെ അറിയാതെ കടന്നുപോയവരാ. ഇന്നും അങ്ങനെയല്ലേ? ആത്മീയതയിൽ അജ്ഞരായ മനുഷ്യർ, അറിയാതെ പോകുന്ന മനുഷ്യർ ഇന്നും ഉണ്ടെന്നേ. ക്രിസ്തു എന്ന രക്ഷകന്റെ പേര് പോലും അറിയാതെ ജനിച്ച് ജീവിച്ച് കടന്നു പോകുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലില്ലേ? എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, പത്രം വായിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരികെ വരുന്നു, TV കാണുന്നു, കിടന്നുറങ്ങുന്നു. ഇങ്ങനെ ആവർത്തന വിരസരമായ ജീവിതം ജീവിച്ച് രക്ഷകനെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ അജ്ഞരായി ജീവിച്ച് കടന്നു പോകുന്ന അനേകരുണ്ട്, ഇനിയും ഉണ്ടാകാം. അജ്ഞത ഒരു പാപമാണോ? പാപം തന്നെയാ. പക്ഷേ ക്രിസ്തു അവരോട് ക്ഷമിച്ചു. കാരണം കാൽവരിയിൽ കുരിശിനെ വിരുമാറി കിടന്നുകൊണ്ട് ക്രിസ്തു പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടിയല്ലേ. ഇവ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അറിയാത്തതുകൊണ്ട്
നമ്മുടെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ ആ കൂട്ടരല്ല. ക്രിസ്തുവിനെ അറിഞ്ഞു ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ആവശ്യത്തിലേറെ അറിവ് ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുണ്ട്. എന്നാൽ ക്രിസ്തുവെന്ന രക്ഷകനെ അറിയാതെ ജീവിക്കുന്നവർ ഇനിയുമുണ്ടെന്നേ. അവരിലേക്കുള്ള സുവിശേഷ വേലയാണ് നമ്മുടെ ദൗത്യം. ഒരുപക്ഷെ അറിയാത്തത് കൊണ്ട് അവർ ഒരുപാട് ഇറിയ ജീവിതത്തിലൂടെ കടന്നു പോയേക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ അകന്നു പോയേക്കാം. അന്ത്യവിധി നാളിൽ അവരുടെ അറിവിനെ ദൈവം ക്ഷമിച്ച് ഒരുപക്ഷെ നിത്യതയ്ക്ക് അവർക്ക് ഇടം കൊടുത്തേക്കാം. നമുക്കറിഞ്ഞുകൂടാ. കുരിശിലെ ക്രിസ്തു അവരോട് ക്ഷമിച്ചു. എന്നാൽ രണ്ടാമത്തെ കൂട്ടരാരാ? യേശു ജനിച്ചുവെന്ന് അറിഞ്ഞു എന്നിട്ടും അവഗണിച്ച് കളഞ്ഞവരാ. അതാരാ? യഹൂദ പുരോഹിതരും നിയമജ്ഞരുമാണ്. അനുദിനം തോറ വായിക്കുന്നവരാ. ആത്മീയമായ ജീവിതം നയിക്കുന്നവരാ. അവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു യേശു ബെത്ലഹേമിൽ ജനിക്കുമെന്ന്. കാരണം ഹെറോദസ് എവിടെയാണ് രക്ഷകൻ ജനിക്കുന്നതെന്ന സംശയം അവരോട് ചോദിച്ചപ്പോൾ ആ നിമിഷം തന്നെ അവർ പറഞ്ഞു ബെത്ലഹേമിലെന്ന്. അറിവുണ്ടായിരുന്നവർ. എന്നാൽ അറിവിൻ്റെ അഹന്തയിൽ അവർ അഹങ്കരിച്ച് ജീവിച്ചു. രക്ഷകന്റെ പിന്നാലെ പോയില്ല. ഈ നിയമജ്ഞരും പുരോഹിതരുമൊക്കെ ജീവിക്കുന്നത് ജെറൂസലേമിലാണ്, രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്താണ്. ഈ രക്ഷകൻ പിറന്നത് ബെത്ലഹേമിലായതുകൊണ്ട് പോയി അവൻ ആരാധിക്കാൻ വെറും 6 മൈൽ ദൂരമേ ഉള്ളൂ. വെറും 3-4 മണിക്കൂർ യാത്ര. എന്നിട്ടും പോകാനോ ആ രക്ഷകന് മുമ്പിൽ ആരാധിക്കാനോ അവൻ ഏറ്റുപറയാനോ എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സില്ലാതെ പോയത്? രക്ഷകനെ അവഗണിച്ചു കളഞ്ഞത് എന്തുകൊണ്ടാ? ഒരുപക്ഷെ അറിവിൻ്റെ അഹന്ത കൊണ്ടാകാം. തങ്ങൾക്കെല്ലാം അറിയാം, തങ്ങളുടെ പുണ്യം മാത്രം മതി, മറ്റൊരു രക്ഷകന്റെ ആവശ്യമില്ലെന്നൊരു അഹങ്കാരം. ഒരുപക്ഷെ ഭയം കൊണ്ടാകാം. ഹെറോദസിനെ വിട്ട് ഇവന്റെ പിന്നാലെ പോയാൽ ഹെറോദസിന് ശത്രുവാകും, തങ്ങളുടെ സ്ഥാനമാനങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാമെന്ന ഭീതിയാകാം. എന്തോ കാരണങ്ങൾ കൊണ്ട് അവർ ആ രക്ഷകനെ അവഗണിച്ചു കളഞ്ഞു. ഇന്നും അറിവിൻ്റെ അഹന്തയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അറിവാണെല്ലാം എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നവർ, അതിൻ്റെ അഹന്ത പിടിച്ച് ക്രിസ്തുവിനെ കുറ്റം വിധിക്കുന്നവർ, വിശ്വാസത്തെ അവഹേളിക്കുന്നവർ, നിന്ദിക്കുന്നവർ. എല്ലാ അറിവിനും അല്പായുസ്സാണെന്നേ. ആത്മീയ വെട്ടമില്ലാത്തവർ ഈ ലോകത്ത് ഏതറിവ് സ്വന്തമാക്കിയാലും അവസാനം ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. ഓർക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ നന്നായിട്ട് പഠിക്കും. അവൻ തൻ്റെ അപ്പനോടൊരാഗ്രഹം പറയുക, എനിക്ക് വിദേശത്ത് പോയി പഠിച്ച് ബിരുദം നേടി സ്വന്തമാക്കി തിരികെ വരണം. അപ്പനൊരു കർഷകനാണ്. അവൻ്റെ ആഗ്രഹത്തെ മാനിച്ച് പുറത്തു പോകാൻ സമ്മതിക്കുക. ഒരുപാട് സമ്പത്ത് വേണം. അതിനുവേണ്ടി ഇദ്ദേഹം ഒരുപാട് വയലിൽ അധ്വാനിക്കുന്നുണ്ട്, സമ്പത്തൊക്കെ ശേഖരിക്കുന്നുണ്ട്, മകന് കൊടുത്തു വിടുന്നുണ്ട്. അവൻ വിദേശത്ത് പോയി പഠിച്ച് നല്ല മാർക്ക് സ്വന്തമാക്കി തിരികെ വരുന്നുണ്ട്. അപ്പോൾ അപ്പന് ഒരുപാട് സന്തോഷമായി. മോനെ, നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. നമുക്കിന്നൊരു പിക്നിക്കിന് പോകാം, കാഴ്ചകളൊക്കെ കാണാം, നീ വന്നതിൻ്റെ സന്തോഷത്തിന്. അങ്ങനെ അപ്പനും മകനും കൂടി ഒരു യാത്രയ്ക്ക് പോവുക, കാഴ്ചകളൊക്കെ കാണാൻ. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കണ്ട് അവസാനം സന്ധ്യയായപ്പോൾ അവർ ഒരു കടൽ തീരത്ത് വരികയാണ്. അവിടെ ഇരുന്നു കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച കാണുകയാണ്. അപ്പം പറഞ്ഞു, മോനെ, ഇത് മനോഹരമായ കാഴ്ചയല്ലേ, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ വിശ്രമിച്ചിട്ട് നാളെ വീട്ടിലേക്ക് പോകാം. നമുക്കൊരു ടെൻറ്റ് പണിയാം, താൽക്കാലികമായൊരു ഷെഡ്. അങ്ങനെ അവർ ഒരു ടെൻറ്റ് പണിയുന്നു. അവിടെ കിട്ടിയ മീനൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ആ ടെൻറ്റിനുള്ളിൽ ഉറങ്ങുകയാണ്. കുറച്ചധികം സമയം കഴിഞ്ഞു, പാതിരാവായി. അപ്പൻ പതിയെ കണ്ണു തുറന്ന് ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ മനോഹരമായ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ. ഉടൻ അപ്പൻ അടുത്ത് കിടന്ന മകനെ വിളിച്ചിട്ട് പറയുക, മകനെ, നീ ആകാശങ്ങളിലേക്ക് നോക്കിയേ, ചന്ദ്രനെയും നക്ഷത്രത്തെയും കാണുന്നില്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? മകന് സന്തോഷമായി. അപ്പൻ ആദ്യമായിട്ടൊരു സംശയം ചോദിക്കുക. മകൻ ആവേശത്തോടെ പറഞ്ഞു,
അപ്പാ, ഈ നക്ഷത്രങ്ങളൊക്കെ സൂര്യനെ പോലെയാണ്, സൗരോർജമാണത്. അത് ചുറ്റും ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ ചന്ദ്രനും അതുപോലെയുള്ള ഉപഗ്രഹങ്ങളാണ്. അങ്ങനെ ആകാശത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അവനിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അപ്പം പറഞ്ഞു, മോനെ, നമ്മുടെ കൂടാരം, ടെന്റ് ആരും മോഷ്ടിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് നീ ഈ നക്ഷത്രത്തെയും ചന്ദ്രനെയും കാണുന്നത്. നീ ദൂരെയുള്ള അതിനെ കണ്ടു, പക്ഷേ നമ്മൾ കിടന്നുറങ്ങിയ ടെന്റ് നഷ്ടപ്പെട്ടത് നീ കണ്ടില്ല. നീ നേടിയ അറിവുകളൊക്കെ പാഴാണെന്നേ. ഇത് തന്നെയാണ് സത്യം. ആന്തരികമായ വെട്ടമില്ലെങ്കിൽ, ആത്മീയമായ തെളിവില്ലെങ്കിൽ, ഈ ലോകത്ത് എന്തൊക്കെ നമ്മൾ അറിവ് സമ്പാദിച്ചാലും അതൊക്കെ പാഴാണെന്നേ. ഈ യഹൂദ പുരോഹിതന്മാർക്ക്, നിയമജ്ഞർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. എന്നാൽ അവനെ സ്വീകരിക്കാൻ, അവൻ അംഗീകരിക്കാനുള്ള ആത്മീയ വെട്ടമില്ലാതെ പോയി. മൂന്നാമത്തെ കൂട്ടർ, അത് ക്രിസ്തുവിൻ്റെ പിറവിയെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥപ്പെട്ടവനാണ്. മറ്റാരുമല്ല, ഹെറോദെസാണ്. ചില മനുഷ്യർ ഹെറോദസിനെ പോലെയാണ്, ക്രിസ്തു സാന്നിധ്യത്തിൽ അസ്വസ്ഥരാകുന്നവരാണ്. ഈ ഹെറോദസ് ആരാ? മത്തായിയുടെ സുവിശേഷം വ്യക്തമായിട്ട് അവൻ്റെ ദുഷ്ടതകളെ വെളിപ്പെടുത്തുന്നുണ്ട്. ശിശുക്കളെ പോലും അരുകൊല ചെയ്യാൻ തയ്യാറായ മനുഷ്യൻ. കാരണം സ്വന്തം സ്ഥാനമാനത്തോട് ഒരു അധികാര ലഹരി ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഹെറോദസ്. അവൻ യഹൂദരുടെ രാജാവെന്ന പട്ടം സ്വീകരിച്ചവനാണ്. റോമക്കാരാണ് ആ പട്ടം അവന് കൊടുത്തത്. ജനനം കൊണ്ടോ സംസ്കാരം കൊണ്ടോ മതം കൊണ്ടോ അവനൊരു യഹൂദനല്ലെങ്കിലും അവൻ ആ സ്ഥാനത്തിൽ അതിൻ്റെ ലഹരിയിൽ അഭിരമിച്ച് ജീവിച്ചവനാണ്. യഹൂദനല്ലാത്തത് കൊണ്ട് യഹൂദർ അവനെ വെറുപ്പോടെ അകറ്റി നിർത്തിയിരുന്നു. എന്നാൽ ആ സ്ഥാനത്തിന് വേണ്ടി അവൻ ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ നടത്തുന്നുണ്ട്. തൻ അധികാരത്തിന് വിലങ്ങുതടിയായ ഭാര്യയും മക്കളെയും പ്രിയ ബന്ധുക്കളെ പോലും അരുങ്കലം ചെയ്ത മനുഷ്യനാണ് ഹെറോദസിനെ. ശത്രുക്കളെ ഉന്മൂലനം ചെയ്തവൻ. അവന്റെ മുമ്പിലേക്കാണ് കിടക്കുന്നതെത്തിയ ജ്ഞാനികൾ വന്നിട്ട് പറഞ്ഞത്, യഥാ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അതോടെ അവൻ അസ്വസ്ഥനാവുകയാണ്. തന്നേക്കാൾ വലിയൊരു രക്ഷകനോ, തൻ്റെ അധികാരത്തെ വെല്ലുവിളിയെ മറ്റൊരുവനോ, അവൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവനാണ് ഈ ഹെറോദസ്. ഇന്നും ഒരുപാട് മനുഷ്യർ ക്രിസ്തുവിനെതിരെ, അവനോടുള്ള വിശ്വസ്തതയ്ക്കെതിരെ, ക്രൈസ്തവ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നില്ലേ? ഈ ലോകത്ത് അവൻ്റെ നാമം വേണ്ടയെന്ന് കരുതി പടയോട്ടങ്ങൾ നടത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്നേ. എന്തുകൊണ്ടാണ് അവരിങ്ങനെ അസ്വസ്ഥരാകുന്നത്? ക്രിസ്തു അവരുടെ സ്വാർത്ഥതയ്ക്കൊരു വിലങ്ങുതടിയായതുകൊണ്ടാണ്. അവൻ്റെ നന്മകൾ അവരുടെ സ്വാർത്ഥതയെ അസ്വസ്ഥപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഒരുപാട് പേർ സഭയെ, ക്രിസ്തു സാന്നിധ്യത്തെ ഉന്മൂലനം ചെയ്യാൻ നൂറ്റാണ്ടുകളായി ശ്രമിച്ചിട്ടും അവനിങ്ങനെ ജ്വലിച്ച് നിന്നുകൊണ്ടിരിക്കുക. അനേകർ അവന് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുക. കാരണം ആർക്കും അവൻ്റെ സാന്നിധ്യത്തെ ഈ ലോകത്ത് നിന്ന് എടുത്തു മാറ്റാനാകില്ല. ഏറെ ശ്രമിക്കുന്നുണ്ട്, അനേകം ശിശുക്കളില്ലാതെ ചെയ്യുന്നുണ്ട്. എന്നാൽ അപകടങ്ങൾ അതിജീവിച്ചുകൊണ്ട് യേശു ഈജിപ്തിലേക്ക് പോവുകയാണ്. അവനെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ആർക്കും കഴിഞ്ഞില്ലെന്നേ. ഓർക്കുക, കുറേ നിരീശ്വരായ മനുഷ്യർ ഒരു ഗ്രാമം അതിക്രമിച്ച് കയറി വരിക, ആക്രമിക്കുക, ആ ഗ്രാമത്തിലെ ദേവാലയം തകർത്ത് തരിപ്പണമാക്കുക, വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിച്ച് നാമാവശേഷമാക്കുക, വിശുദ്ധരുടെ രൂപങ്ങളും കുരിശുമയ്ക്ക് അഗ്നിക്കിരയാക്കുക. എന്നിട്ട് ആക്രമകാരികൾ പറയുക ആ ജനത്തോട്, ഇപ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ, സ്തുതിക്കുവാൻ ഒരു ദൈവ സാന്നിധ്യവുമില്ല. ഇനി എങ്ങനെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും? ആ ഗ്രാമത്തിലെ വൃദ്ധനായൊരു മനുഷ്യൻ മുന്നോട്ട് വന്നിട്ട് പറയുക, നോക്കൂ ആകാശങ്ങളിലേക്ക്, അവിടെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമില്ലേ, സൂര്യനില്ലേ, ചന്ദ്രനില്ലേ? അത് തെളിഞ്ഞു നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം അത് സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്ന്. അതിനെ നിങ്ങൾക്ക് നശിപ്പിക്കാനാകില്ല. അതുകൊണ്ട് അതിന് പിന്നിലും മറഞ്ഞിരിക്കുന്ന ദൈവത്തെ ഇനിയും ഞങ്ങൾ ആരാധിക്കും. അതെ, ദൈവസാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നത് എല്ലാം നാമവിശേഷമാക്കിയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകുമെന്നേ. ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഇനിയും അനേകരുണ്ടാകും.
നാലാമത്തെ കൂട്ടരാ യേശുവിനെ ആരാധിച്ചത്, അവനെ അംഗീകരിച്ചത്. ആ ഇടയ ചെറുക്കന്മാർ വരുന്നുണ്ട്, ആ കാലിത്തൊഴുത്തിൽ യേശുവിനെ ആരാധിക്കുന്നുണ്ട്. ഒപ്പം കിഴക്ക് നിന്നും എത്തിയ 3 ജ്ഞാനികൾ. ഐതിഹ്യം പറയുന്നത് അവർ കാസ്പർ, ബൽത്താസർ, മെൽക്യൂർ എന്നാണ്. പേർഷ്യയിൽ നിന്ന് വന്നവരാ. ഓർക്കണം, പേർഷ്യയ്ക്കും ബെത്ലഹേമിനും ഇടയിൽ വലിയൊരു മരുഭൂമിയുണ്ട്. നക്ഷത്രത്തിൻ്റെ വെട്ടത്തിൻ്റെ പ്രതീക്ഷയിലാണ് അവർ പ്രിയപ്പെട്ടവരേക്ക് വിട്ട് ഈ മരുഭൂമി താണ്ടി ഈ ബെത്ലഹേമിലേക്ക് വന്നത്. ചരിത്രമൊക്കെ പറയുന്നത് ഏകദേശം 2 വർഷത്തോളം യാത്ര ചെയ്തെന്ന ക്ലേശകരമായ യാത്ര, 1000 മൈൽ ദൂരമുള്ള യാത്ര. അതുകൊണ്ടാണ് ഹെറോദേസ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ വധിക്കാൻ നിശ്ചയിച്ചത്. കാരണം 2 വർഷമായി അവർ ഈ രക്ഷകനെ അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു. തളർന്നു പോയിട്ടുണ്ടാകാം, നിരാശപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ നക്ഷത്രത്തിൻ്റെ വെട്ടം അവർക്ക് കരുത്തായിട്ട് മാറി. ഒടുവിൽ അവർ ബെത്ലഹേമിൽ വരുന്നു, ക്രിസ്തുവിന് മുമ്പിൽ കുമ്പിടുന്നു, ആരാധിക്കുന്നു, കാഴ്ചകൾ സമർപ്പിക്കുന്നു. നോക്കുക, യേശുവിനെ അറിഞ്ഞിട്ടും അവഗണിച്ച് കളഞ്ഞ മനുഷ്യർ വെറും 6 മൈൽ ദൂരം കടന്നു വന്ന രക്ഷകനെ കണ്ടെത്താമായിരുന്നു. അവർ വന്നില്ല, അവഗണിച്ച് കളഞ്ഞു. എന്നാൽ ഇവർ 1000 മൈൽ താണ്ടി പേർഷ്യയിൽ നിന്നും ബെത്ലഹേമിലേക്ക് വരിക, ക്രിസ്തുവിന് വേണ്ടി സാഹസികമായ ജീവിതം ഏറ്റെടുത്തവർ. ഈ ലോകത്ത് ഇന്നും ഈ 4 തരം മനുഷ്യരുണ്ടെന്നേ. ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യർ, സ്വന്തം സ്വാർത്ഥതയും മയങ്ങി ഇങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ. ഇനിയും ചിലർ അറിഞ്ഞിട്ടും അവഗണിച്ച് കളയുന്നവരാ. അവന് വേണ്ടി ത്യാഗം ചെയ്യാനോ മൂല്യബോധത്തോടെ ജീവിക്കാനോ മനസ്സില്ലാതെ സ്വന്തം സൗഭാഗ്യത്തിൻ്റെ നടുവിൽ സ്വാർത്ഥതയോടെ ജീവിച്ച് അവഗണിച്ച് കടന്നു പോകുന്ന മനുഷ്യർ ഏറെയുണ്ടെന്നേ. അവരുടെ സാന്നിധ്യത്തിൽ ഉന്മൂലനം ചെയ്യാൻ അസ്വസ്ഥപ്പെട്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. സഭയ്ക്കെതിരെ, ക്രിസ്തുവിനെതിരെ വെല്ലുവിളികൾ നടത്തുന്ന മനുഷ്യർ. എന്നാൽ അപൂർവം ചിലർ അവന് വേണ്ടി എല്ലാം വിട്ടുപേക്ഷിക്കുന്നു, ക്ലേശകരമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നു, ഒടുവിൽ അവനെ സ്വന്തമാക്കുന്നു. ഓർക്കുക, നമ്മൾ ആരൊക്കെയായാലും എന്തൊക്കെയായാലും ക്രിസ്തു നമുക്ക് സ്വന്തമാക്കാനായില്ല എങ്കിൽ ഈ ജീവിതം ഒരു പരാജയമായിരിക്കും. ഓർക്കുകയാണ്, ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുകയാണ്. ആരോ അത് TTRനെ ഏൽപ്പിച്ചു. കളഞ്ഞു കിട്ടിയ പേഴ്സ സ്വന്തമായുള്ളവർ കൊടുക്കാൻ പറഞ്ഞിട്ട് TTR ഉടനെ ആ വീണ് കിടന്ന സ്ഥലത്തെ ആൾക്കാരോട് ചോദിച്ചു, കളഞ്ഞു കിട്ടിയ പേഴ്സാണിത്, അടയാളസഹിതം വന്നാൽ തിരികെ തരാം. പെട്ടെന്ന് ആരൊന്നും പ്രതികരിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ TTR അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ആ പേഴ്സ് എൻ്റേതാണെന്ന്, തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ TTR സ്വാഭാവികമായിട്ടും ചോദിച്ചു, എന്താണ് തെളിവ്? തെളിവ് താ, അപ്പോൾ തരാം. വൃദ്ധൻ പെട്ടെന്ന് പറഞ്ഞു, ആ പേഴ്സിൽ ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോയുണ്ട്. TTRനപ്പോൾ ഒരു പുച്ഛഭാവമാണ് വന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുടെ പേഴ്സിൽ ചിലപ്പോൾ ഫോട്ടോ ഉണ്ടാകും. അതൊരു മതിയായ തെളിവല്ല. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവ് ഇതിലുണ്ടോ? അത് പറയും, അപ്പോൾ പേഴ്സ് തരാം. വൃദ്ധൻ അല്പസേരം മൗനമായി നിന്നു. ഓർമ്മയിലേക്കൊന്നും വരുന്നില്ല. അല്പസമയത്തിന് ശേഷം അയാൾ വീണ്ടും TTRനെ സമീപിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, വൃദ്ധനായി. ഒരു തെളിവും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഈ പേഴ്സിൽ ക്രിസ്തുവിൻ്റെ ഫോട്ടോ വെച്ചുവെന്ന് പറയാൻ എന്നെ ഒന്ന് അനുവദിക്കണം. TTR അനുവദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു,
ഞാനൊരു കുട്ടിയായിരിക്കെ എൻ്റെ അഭിമാനം എൻ്റെ ഡാഡിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരജീവിതം എനിക്കൊരു ആവേശമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൊച്ചു പേഴ്സിൽ ഞാൻ എൻ്റെ ഡാഡിയുടെ ഫോട്ടോ വെച്ചു. ഞാൻ വളർന്നു കോളേജിലേക്ക് പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ചു. എൻ്റെ ഭാവിയായിരുന്നു എനിക്കെല്ലാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സിൽ എൻ്റെ ഫോട്ടോ വെച്ചു. ആ പഠന കാലയളവിൽ ഞാനൊരു പ്രണയത്തിൽ അകപ്പെടുന്നുണ്ട്. ഒരു പെൺകുട്ടി അഗാധമായിട്ട് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. അവൾ എൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സിൽ അവളുടെ ഫോട്ടോ വെച്ചു. ആ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരമായി ഞങ്ങൾ വിവാഹിതരായി. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ആ വിവാഹത്തിൻ്റെ സ്നേഹബന്ധത്തിൽ എനിക്കൊരു മകൻ പിറന്നു. പിന്നെ മകനായിരുന്നു എൻ്റെ സ്വപ്നം, അവനായിരുന്നു എൻ്റെ ഭാവി. അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ അനുദിനം അധ്വാനിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സിൽ അവൻ്റെ ഫോട്ടോ വെച്ചു. കാലം ഒരുപാട് കഴിഞ്ഞു. എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ രോഗം ബാധിച്ചു മരിച്ചു. എൻ്റെ ജീവിത പങ്കാളിയും രോഗിയായി മരിച്ചു. ഇപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഞാൻ ഒരു വൃദ്ധമന്ദിരത്തിലാണ്. എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു. ഈ വൃദ്ധമന്ദിരത്തിൻ്റെ ഇരുണ്ട മുറിയിലെ ഏകാന്തതയിലെ ചുമരിലെ ക്രൂശിന്റെ രൂപത്തെ കണ്ടപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. എല്ലാവരും ഉപേക്ഷിച്ചാലും അവസാനം വരെ കൂട്ടിരിക്കുക ക്രിസ്തുവാണെന്ന്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ ഫോട്ടോ എൻ്റെ പേഴ്സിൽ വെച്ചു. കരഞ്ഞുകൊണ്ട് തന്നെ ഒടുവിൽ വൃദ്ധൻ ടീറ്റിയാരോട് പറയുക, എല്ലാവരും കൈവിട്ട് പോയാലും അവസാനം വരെ ക്രിസ്തുവേ ഉണ്ടാകൂ എന്ന് തിരിച്ചറിയാൻ ഞാൻ ഈ വാർദ്ധക്യം വരെ കാത്തിരിക്കേണ്ടി വന്നു. അതാണ് എൻ്റെ പരാജയം. പിന്നെ ടിറ്റിആർ ഒന്നും പറഞ്ഞില്ല, പേഴ്സ് കൊടുത്തു. മതിയായ തെളിവിത, ഇത് മതി. ട്രെയിൻ എവിടെയോ സ്റ്റേഷനിൽ നിന്നപ്പോൾ ടിറ്റിആർ പുറത്തിറങ്ങി ഒരു കടയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങി സ്വന്തം പേഴ്സിൽ വെച്ച് യാത്ര ആരംഭിച്ചെന്ന കഥ ഓർക്കുക. നമ്മളും ഒരു യാത്രയില്ല, ഈ ട്രെയിൻ യാത്ര പോലെ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുരന്തത്തിൻ്റെ വക്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന പലരും നമ്മളെ വിട്ടുപേക്ഷിച്ച് പോയേക്കാം. എല്ലാവരും നിത്യതയോളം നമ്മുടെ കൂടെ ഉണ്ടാകില്ലെന്നേ. അവസാനം മരണത്തിനപ്പുറം നിത്യതയും നമ്മുടെ കൂടെ ഉണ്ടാകുക ക്രിസ്തുവാ. അവനെ പേഴ്സിലല്ല, ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. ഓർക്കുക, ഒരുപാട് മനുഷ്യർ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാതെ ജീവിച്ച് ജീവിതം പാഴാക്കുകയാണ്. ഒരുപാട് മനുഷ്യർ അവനെ അവഗണിച്ച് കളയുക, സ്വന്തം സ്വാർത്ഥതയിൽ ഇരുട്ടി ജീവിക്കാൻ. ഇനിയും ചിലർ അവനെ ഒഴിവാക്കുക, അസ്വസ്ഥതയോടെ അവനെ ഉന്മൂലനം ചെയ്യുവാനായിട്ടിങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുക. അപൂർവം ചിലർ അവനെ കണ്ടെത്തുന്നു, അവനെ ആരാധിക്കുന്നു, അവന് വേണ്ടി ജീവിക്കുന്നു. ഓർക്കണം, ആ കിടക്കിൽ നിന്നും എത്തിയ ജ്ഞാനികൾ ക്രിസ്തുവിനെ സ്വന്തമാക്കിയതിന് ശേഷം പഴയ വഴിയിലൂടെയല്ല മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്തുവെന്ന സുവിശേഷം പറയുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞാൽ, അവനെ സ്വന്തമാക്കിയാൽ പഴയകാല ജീവിതം നാം ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. കൂടുതൽ ശ്രേഷ്ഠമായ നിത്യതയുടെ വെട്ടമുള്ള വഴിയിലൂടെ നാം യാത്ര ചെയ്യും. ആകയാൽ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, അവനെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം ആരൊക്കെ കൈവിട്ട് കളഞ്ഞാലും നിത്യതയോളം കൂടെയുള്ളവൻ ക്രിസ്തു മാത്രമാണെന്നേ. സ്തുതിയായിരിക്കട്ടെ.
വലിച്ചകറ്റാനും പാപത്തിൽ നിന്ന് രക്ഷ നേടാനും ശക്തമായ ആയുധമാണ് ജപമാല. നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും രാജ്യത്തും സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല ചൊല്ലുക. എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായാലും ക്ലേശങ്ങളും ജോലിഭാരവും ഉണ്ടായാലും ജപമാല ചൊല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാതിരിക്കട്ടെ. പിയൂസ് 11 മാർപ്പാപ്പ.